ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വചനഭാഗമാണ് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശമാണ് ഈ വചനഭാഗത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കരുതെന്നും ക്ഷമിക്കണമെന്നും കരുണ കാണിക്കണമെന്നും ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു. പിതാവായ ദൈവം നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്ന പോലെ തൻ്റെ ശിഷ്യന്മാർ സകലരോടും കരുണ കാണിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. ദൈവകരുണയിൽ നമുക്ക് പരിപൂർണമായി ആശ്രയിക്കാം. ഈശോ ഫൗസ്റ്റീന പുണ്യവതിയോട് പറയുന്നുണ്ട്, കഠിന പാപിക്കാണ് എൻ്റെ കരുണ ഏറ്റവും അധികം ലഭിക്കുക. ദൈവത്തിങ്കിലേക്ക് മനസ്സ് തിരിഞ്ഞ് ഈശോയുടെ പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നിവ ധ്യാനിക്കുന്ന ആത്മാവിലേക്കാണ് ദൈവകരുണ ഒഴുകിയിറങ്ങുക. നമുക്ക് നമ്മുടെ ബലഹീന പ്രകൃതിയെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിക്കാം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ പാപത്തിന് അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ ശരീരപ്രകൃതിയെ സമർപ്പിക്കാം. ഈശോയുടെ കരുണയ്ക്കായി യാചിക്കാം. കുരിശിൻ്റെ വഴി നാം ധ്യാനിക്കുമ്പോൾ 12-ാം സ്ഥലത്ത് പിതാവിൻ്റെ കരങ്ങളിൽ ഈശോ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് മരിക്കുമ്പോൾ നാം ഒരു നിമിഷം നിശബ്ദമായി ഈശോയുടെ മരണത്തെ ധ്യാനിക്കാറുണ്ട്. ദൈവം തൻ്റെ മക്കളുടെ ആത്മാവിൽ കരുണ ചൊരിയുന്ന സമയമാണിത്. കൃപയുടെ മണിക്കൂറാണിത്. നമുക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും കരുണ യാചിക്കേണ്ട സമയം. ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം. അനുഗ്രഹിക്കപ്പെടുവാനായി നമ്മെ തന്നെ കാരുണ്യവാനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം സമർപ്പിക്കാം. ദൈവം തൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തികൾക്കനുസൃതമായി വിധിക്കാതിരിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നിന്റെ ശത്രുക്കളെ വിധിക്കരുതെന്നും ഇങ്ങനെ അപരനെ വിധിക്കാതിരിക്കുന്നത് വഴി നിനക്ക് ദൈവകരുണ സ്വീകരിക്കാൻ പറ്റുമെന്നും ഈശോ ഓർമ്മപ്പെടുത്തുന്നു. യേശുനാഥൻ തൻ്റെ ജീവിതം വഴി ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ മാതൃക എന്നത് ക്ഷമിക്കാനുള്ള മാതൃകയാണ്. തന്നെ പീഡിപ്പിച്ചവരോട്, തന്നെ പരിഹസിച്ചവരോട്, തന്നെ മുറിപ്പെടുത്തിയവരോട് ഈശോ നിരുപാധികം ക്ഷമിക്കുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവൻ വെടിയുന്നതിന് മുൻപ് പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ശിഷ്യന്മാർക്ക് നിരുപാധികം ക്ഷമിക്കലിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ തപസ് കാലം എല്ലാവരോടും ക്ഷമിക്കാനും ആരെയും വിധിക്കാതിരിക്കാനും ദൈവകരുണ ആത്മാവിൽ സ്വീകരിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. കുമ്പസാരക്കൂട്ടിലാണ് നാം ഈ ദൈവകരുണ സ്വീകരിക്കുന്നത്. പാപിനിയായ സ്ത്രീയോടെന്ന പോലെ ഈശോ നമ്മോടും പറയുന്നുണ്ട്, മേലിൽ പാപം ചെയ്യരുത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ഞാൻ നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ദൈവം നമ്മോട് കരുണയായിരിക്കുന്നത് പോലെ മറ്റുള്ളവരോടും കരുണയായിരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.